കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറമേലിനെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതൃപ്തിയുണ്ടായാൽ അത് പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെ തെറ്റായ ചിത്രീകരണത്തിന് ഇടയാക്കും. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. കേരളത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കുവാനായി ചിലർ ശ്രമിക്കുന്നു എന്ന് ഡോക്ടർ ഹാരിസിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതികരണത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഗതികെട്ടാണ് താൻ പ്രതികരിക്കേണ്ടി വന്നത് എന്നാണ് ഡോക്ടർ ഹാരിസ് ഇതിന് മറുപടി നൽകിയത്. അച്ചടക്ക നടപടി വന്നാലും തനിക്കതിൽ ഭീതിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവാദപരമായിട്ട് പോസ്റ്റ് ഇട്ടത് ഞാൻ അപേക്ഷിച്ചും എരണം മടുത്തു. പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണ്. ഇപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. രോഗികൾ ഇപ്പൊ RIRS എന്ന് പറഞ്ഞൊരു ഒരു ഓപ്പറേഷൻ ഉണ്ട്, RIRS. അത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. നിങ്ങൾ യൂറോളജി വന്നിട്ടുള്ള ഏതെങ്കിലും രോഗികളോട് ചോദിച്ചാൽ പറയാം നിങ്ങൾ എത്ര രൂപയാണ് ഇതിന് ഹോസ്പിറ്റലിൽ അടച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ എമൗണ്ട് പറഞ്ഞു തരും. ഞാൻ കള്ളം പറയുന്നതാണോന്ന് അറിയാൻ വേണ്ടി. അത് അവരുടെ കയ്യിൽ നിന്ന് പിരിച്ച് നമ്മൾ ഉപകരണം ഓരോ ഉപകരണം കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് ആ പൈസ അവർ ഷെയർ ചെയ്ത് കമ്പനിക്ക് അടയ്ക്കുകയാണ്. ഇങ്ങനെയാണ് RIRS അറിഞ്ഞാൽ ശസ്ത്രക്രിയ നടന്നു പോകുന്നത്. അത് സർക്കാരിനല്ല, ഞാൻ അധികാരികൾക്ക് ഞാൻ ഈ RIRS അറിഞ്ഞ ഉപകരണം ആവശ്യത്തിന് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം അറിയിച്ചിട്ടുള്ളതാണ്. എനിക്ക് മുമ്പിരുന്ന ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റും അറിയിച്ചിട്ടുള്ളതാണ്. അതിന്റെ കടലാസുകളൊക്കെ ഉണ്ട്. അതിനൊന്നും ഒരു പ്രാവശ്യം പോലും ഒരു സ്കോപ്പ് പോലും അവർ വാങ്ങിച്ചു തന്നിട്ടില്ല. ഇത് രോഗികൾ തന്നെയാണ് വാങ്ങിച്ചു തരുന്നത്, നമ്മൾ ശസ്ത്രക്രിയ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ മുടങ്ങാതെ പോകുന്നത്. അത് മാത്രമല്ല, അത് ഈ ഉപകരണം മാത്രമല്ല, പല ഈ ആക്സസറീസും നമ്മൾ പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ടും അല്ലാതെയും ഒക്കെ പലരെ കൊണ്ടും ഔദാര്യം, ഇപ്പം UST ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന, അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും എരന്നും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത്. അതുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങുന്നില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കാരണങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഏതായാലും അഴിമതിയുടെ കറപുരളാത്ത സത്യമായി വിളിച്ചു പറഞ്ഞ ഡോക്ടറുടെ കൂടെയാണ് കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഇദ്ദേഹം പലകുറി മേലധികാരികളുടെ മുന്നിൽ അറിയിച്ചതാണ്. എന്നിട്ടും നടപടികളെടുക്കാതെ ഇദ്ദേഹത്തിൻ്റെ പുറത്ത് കുതിര കയറുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മുടെ സിസ്റ്റം ശരിയല്ലെങ്കിൽ ആ സിസ്റ്റം ശരിയാക്കുവാനാണ് ഭരണാധികാരികൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ രാജാവ് നഗ്നനാണ് എന്ന് പറഞ്ഞ ആളെ ക്രൂശിക്കുവാനല്ല നോക്കേണ്ടത്. നന്ദി, താങ്ക് യു, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.